ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ ശക്തി എന്ത് എന്ന് നാം ആവർത്തിച്ച് ചിന്തിച്ചു വരുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്, പുറമേയുള്ള ഒരു മനുഷ്യനുമുണ്ട്, അകമേയുള്ള ഒരു മനുഷ്യനും നമ്മളിലുണ്ട് എന്നുള്ളതായ കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ മനുഷ്യരിലും ആത്മാവുണ്ടെങ്കിലും എല്ലാ മനുഷ്യരിലും അകമേയുള്ള വിശ്വാസ മനുഷ്യൻ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ മാത്രമാണ് ആ അകമേയുള്ള മനുഷ്യൻ വസിക്കുന്നുള്ളൂ. അകമേയുള്ള മനുഷ്യൻ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് ആ മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത് എന്നാണ് 1 പത്രോസിന്റെ ലേഖനം 1:23, അതേപോലെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസിനോടുള്ള ബന്ധത്തിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുറമേയുള്ള മനുഷ്യനാണെങ്കിലും ശരി, അകമേയുള്ള മനുഷ്യനാണെങ്കിലും ശരി, ഈ രണ്ട് അവസ്ഥകൾക്കും ഒരു വളർച്ചയുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഥവാ വചനമെന്ന മായമില്ലാത്തതായ ആ പാല് കുടിച്ചാണ് അകമേ ഉള്ള മനുഷ്യൻ വളരേണ്ടത് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാകുന്ന ജീവ ജലനദിയിൽ നിന്നും അവൻ കുടിച്ച് വളരേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ആ പുറമേയുള്ള മനുഷ്യൻ വളരുമ്പോൾ അവൻ കഴിക്കുന്നതായ ആ ആഹാരങ്ങള്, അത് ആ ദഹനേന്ദ്രിയങ്ങള് ദഹിപ്പിച്ചിട്ടാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും അവൻ ചൈതന്യത്തോടുകൂടെ ആ പുറമേയുള്ള മനുഷ്യൻ വളരുകയും ചെയ്യുന്നത്. എന്നാൽ അകമേയുള്ളതാകുന്ന മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ആ ദഹന ഗ്രന്ഥി പ്രവർത്തിച്ചിട്ട് വേണം അവന്റെ വളർച്ച പൂർണ്ണമായി വളരേണ്ടത്. അത് പരിശുദ്ധാത്മാവിലുള്ളതായ വളർച്ചയാണ്. ആ പരിശുദ്ധാത്മാവിലൂടെ അവൻ പാനം ചെയ്ത് ആ ജീവജലനദിയിൽ നിന്ന്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആ കുടിച്ച് വളരുന്ന ഒരുവന് മാത്രമേ ക്രിസ്തുവിന്റെ തലയോളം വളരുവാനായിട്ട് കഴിയുന്നുള്ളൂ. അല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ള ഒരു മനുഷ്യന്റെ വളർച്ച മാത്രമാണ് അവനുള്ളത്. ആ മനുഷ്യൻ അവസാനം 6 അടി മണ്ണിൽ ചെന്ന് അവസാനിക്കുമ്പോൾ, അഥവാ 6 അടി മണ്ണിൽ ഈ ലോകം അവനെ ഒതുക്കുമ്പോൾ, എന്നാൽ ആ പുറമേയുള്ള മനുഷ്യനെ ഒതുക്കുമ്പോൾ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ അവൻ ബലം പ്രാപിക്കുന്നതാണ്, അവൻ നിത്യതയിൽ ചെന്നെത്തുന്നതാണ്, അവൻ ആ ശവക്കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് അവൻ കടന്നു പോകുന്നതാണല്ലോ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിത്യതയിലെ അവൻ ചെന്നെത്തുന്നതാണല്ലോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ അകത്തെ മനുഷ്യൻ വളരേണ്ടതുപോലെ വളരേണ്ടതിനു വേണ്ടി ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ അവനെ ഈ ലോകം കൊണ്ട് ഒതുക്കുന്നില്ല, അവനെ 6 അടി മണ്ണിൽ ഒതുക്കുന്നില്ല. പ്രത്യുത അവൻ നിത്യതയിലേക്കും അവന്റെ വളർച്ച തുടർമാനമായി തുടരുകയാണ് നമുക്ക് ചെയ്യുന്നത്. അതിന് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കഴിയുന്നുള്ളൂ. അത് വിശ്വാസത്താൽ നടക്കുന്ന വീണ്ടും ജനന പ്രക്രിയയിലൂടെയാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്നു. ആ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മനുഷ്യ, ഹേ മനുഷ്യ, നീ എന്തിൽ പുകഴുന്നു? മനുഷ്യ, ഹേ മനുഷ്യ, നീ ഏതിൽ പുകഴുന്നു? സ്വന്ത ഭുജത്തിലോ അശ്വബലത്തിലോ സമ്പത്തിലോ ഈ ലോകത്തിലോ? സ്വന്ത ഭുജത്തിലോ അശ്വബലത്തിലോ സമ്പത്തിലോ ഈ ലോകത്തിലോ?
എല്ലാം ഒരു നാൾ ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടവരല്ലോ നമ്മൾ, പോകേണ്ടവരല്ലോ. മനുഷ്യ, ഹേ മനുഷ്യ, നീ എന്തിൽ പുകഴുന്നു? മനുഷ്യ, ഹേ മനുഷ്യ, നീ ഏതിൽ പുകഴുന്നു? ജ്ഞാനവിജ്ഞാനവും ഏതൊരു പദവിയും ഒരു നാൾ നിഷ്ഫലമായി മാറും. സ്വന്തവും ബന്ധവും സ്നേഹമിത്രങ്ങളും ഒരു നാൾ നമ്മെ ഒഴിഞ്ഞകലും. ജ്ഞാനവിജ്ഞാനവും ഏതൊരു പദവിയും ഒരു നാൾ നിഷ്ഫലമായി മാറും. സ്വന്തവും ബന്ധവും